എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിന്റെ അടയാളം അവന്റെ മുഖത്തുണ്ടാകും. അവന്റെ മുഖത്ത് ആ പ്രകാശം കാണുമെന്നല്ലാന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കല്ലാലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. അല്ലാഹുവിന്റെ സാമീപ്യം വേണമെന്ന് കൊതിക്കുന്നവരല്ലേ? അല്ലാഹുവിന്റെ സാമീപ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ സുജൂദ് ചെയ്യുകയും അല്ലാഹുവിന്റെ സാമീപ്യം നേടുകയും ചെയ്യുക. ഒരാൾ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ അവൻ അടുക്കുന്നത്. അവൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതെന്നറിയോ? ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമേതെന്നറിയോ? അത് സുജൂദിൽ കിടക്കുന്ന സമയമാണ് സ്വഹാബാ. അത് സുജൂദിൽ കിടക്കുന്ന സമയമാണ് സഹാബാ. അതുകൊണ്ട് പറയുകയാ, ഫഅക്സിർ ദുആ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അപ്പൊ നിങ്ങൾ അധികമായിട്ട് ദുആ ചെയ്യണേ. ഇവിടെ ഇരിക്കുന്നവർ പലരും പറയും, ഉസ്താദ് ഇന്ന് മജ്‌ലിസുൻ നൂറിന്റെ വാർഷികമായിരുന്നല്ലോ, എന്തിനാടോ കടന്നു വന്നത്? വഅദ് കേൾക്കാൻ മാത്രമല്ലല്ലോ. പടച്ചവനെ, സയ്യിദ് അവർകൾ അവിടുന്ന് ദുആ ചെയ്തപ്പോ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രതിസന്ധികളുമായിട്ട് കഴിയുന്നവരാ. ഞാനും നിങ്ങളും ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസമാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സമാധാനമില്ലാത്തവർ, പടച്ചവനെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയവർ, മക്കളില്ലാത്തവർ, നല്ല ഒരു ജീവിതമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പ്രയാസത്തിന്റെ നടുവിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഉസ്താദേ, ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, മക്കളെ കിട്ടുന്നില്ല. ഒരുപാട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുകയാണ്. കടങ്ങൾ മാറുന്നില്ലല്ലോ, പലിശയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. ഉസ്താദേ, കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലല്ലോ, സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ, എത്ര ദുആ ചെയ്തിട്ടും അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് പരാതി പറയുന്ന പെങ്ങള്, ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരാം. ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരാം. എപ്പോ ദുആ ചെയ്യണമെന്നറിയോ? നീ നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, സദഖ കൊടുത്തിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, ദിക്റുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, മജ്‌ലിസുൻ നൂർ പാരായണം ചെയ്തിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ സുജൂദിൽ കിടന്ന് ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ടോ? നീ ഇന്ന് വരെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരടിമ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദിൽ കിടക്കുമ്പോഴാ. ആ സുജൂദിൽ കിടക്കുന്ന സമയത്ത് നീ ദുആ അധികരിപ്പിക്കൂ. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യൂ, സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യൂ. അല്ലാഹുവേ, നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ, ആരാടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത ആരാ ഉള്ളത്? ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്.
കഴിയുന്നത്. മുത്തുനബി അവിടെന്ന് പറയുമ്പോ നമുക്കെങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. പടച്ചവനെ, എങ്ങനെയെങ്കിലും കാക്ക കൊത്തുന്നത് പോലെ ഒന്ന് കൊത്തിയിട്ട് എഴുന്നേറ്റ് ഓടുന്ന നിനക്കെവിടെയാടാ നിസ്കരിക്കുന്ന സമയത്ത് പോലും നേരെ സുജൂദ് ചെയ്യാൻ ഒരു മടി കാണിക്കുന്ന മുസ്ലിമേ? എങ്ങനെയാണ് സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ചവനോട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയാൻ എങ്ങനെയാ നമ്മളെ കൊണ്ട് കഴിയുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ ചെറുപ്പക്കാരായ എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ളവർക്ക് കടം വന്നാൽ, പണ്ടുള്ളവർക്ക് പ്രയാസം വന്നാൽ അവർ പള്ളിയിലേക്ക് പോകും. നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു വയ്ക്കേ, നമ്മുടെ വാപ്പയ്ക്കോ നമ്മുടെ ഉമ്മയ്ക്കോ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. എന്നിട്ടതിന് പരിഹാരം കാണുമായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ കള്ളിശാപ്പിൽ പോയിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കും. ഇതാ നമ്മുടെ അവസ്ഥ. പണ്ടുള്ളവരങ്ങനല്ല. അവർ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവൻ എനിക്കൊരു പരിഹാരം താ. അതായിരുന്നു അവർക്കറിയാമായിരുന്നു. അവർക്ക് വിവരമില്ലെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്, നമുക്ക് ബുദ്ധി കൂടിയത് കൊണ്ട്. അവർക്കൊന്നും വിദ്യാഭ്യാസമില്ലായിരുന്നു, നിന്നെപ്പോലെ വലിയ മഹാന്മാരൊന്നും ആയിരുന്നില്ല. പക്ഷെ അള്ളാഹു ആരാണെന്ന് അവർ പഠിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ റമളാൻ മാസത്തിൽ ഉംറയ്ക്ക് പോയി. റമളാൻ മാസത്തിൽ ഉംറയ്ക്ക് പോയപ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മതാഫിൽ തവാഫ് കഴിഞ്ഞിട്ട് മഖാമ ഇബ്രാഹീമിൻ്റെ മുന്നിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്നിട്ടൊരു പ്രായം ചെന്ന പിതാവ് ആ കഅബയുടെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നുണ്ട്. കഅബാലയത്തിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ടൊരു പിതാവ് വല്ലാതെ കരയുന്നുണ്ട്. ആ പിതാവ് മലയാളിയാണ്, ദുആ ചെയ്യുന്നുണ്ട്. ഞാനും സുജൂദിൽ ഇങ്ങനെ കിടന്ന് എന്താ ഈ പിതാവ് പറയുന്നത്? പടച്ചവനെ, എൻ്റെ പൊന്നുമോൻ്റെ കള്ളുകുടി നീ മാറ്റണേ പടച്ചവനെ. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യുകയാ. ഒരു പിതാവ് അള്ളാഹുവിൻ്റെ കഅബാലയത്തിൻ്റെ മുറ്റത്ത് ചെന്ന് മഖാമ ഇബ്രാഹീമിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു, എൻ്റെ മകനെ നീ നന്നാക്കു പടച്ചവനെ, അവൻ്റെ കള്ളുകുടി മാറ്റു പടച്ചവൻ. അള്ളാഹു അവനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടുള്ളവരെങ്ങനെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മൾ വേറെ വഴികളാ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മൾ എവിടെ പോയാൽ ആ പ്രയാസം തീരുന്നത് എന്ന് പറഞ്ഞ് തേടി നടക്കും. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുന്ന ചില സ്ഥലം. അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നത് എനിക്കറിയുന്ന കാര്യമാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് അസമയത്ത് കാണുകയാണ്. അസമയത്ത് ഒരാൾ പള്ളിക്കകത്ത് നിൽക്കുന്നു. അസമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? പാതിരാത്രിയാ? ഒരാൾ പള്ളിയിൽ കാണാത്ത സമയം എപ്പോഴാ? ഒരു 9 മണി സമയം. ആ സമയത്ത് ആരും പള്ളിയിലുണ്ടാകില്ല, പകല്. ഒരാൾ പള്ളിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താപ്പാ പള്ളിക്കകത്ത്? മുത്തി നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, കച്ചവടം മുഴുവനും തകർന്നുപോയി. കച്ചവടം മുഴുവനും തകർന്നുപോയി. വല്ലാത്ത കടമാണ് നബിയെ. വീട്ടിലേക്ക് കടക്കാർ വരുന്നത് എനിക്ക് വല്ലാത്ത പ്രയാസമാ. ഞാൻ കടക്കാരനായി മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു നബിയെ. എനിക്കൊരു വഴി പറഞ്ഞതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, കടക്കാരായി മരിച്ചു പോകുന്നവരെ തൊട്ട് നീ കാക്കണേ റബ്ബേ. നമുക്കത് നിസ്സാരമാ. നമ്മൾ നിസ്സാരമായിട്ടത് കാണുന്നത്. ചിലർക്കൊക്കെ വളരെ നിസ്സാരമാ സഹോദര. നമുക്കറിയോ, കടം മേടിച്ചാൽ കൊടുക്കാതെ അടക്കണ ചില മഹാന്മാരുണ്ട്. അള്ളാഹു കാക്കമാറാകട്ടെ. അതാ പറഞ്ഞ 3 കാര്യം ചെയ്യാൻ പാടില്ല. 3 കാര്യം ചെയ്യരുത്. കടം മേടിക്കാൻ വലിയ മനസ്സാ. എത്ര ഫോൺ വിളിക്കും, എവിടെ വേണമെങ്കിലും വരും, എന്ത് വേണമെങ്കിലും ചെയ്യും. പൈസ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അണ്ണാച്ചി പിരിവിന് നടക്കുന്നത് പോലെ ഓൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കണം. താന്ന് കൊടുക്കൂല ചില ആൾക്കാർ. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ ജനാസ കൊണ്ടുവച്ചാൽ നബി തങ്ങൾ ചോദിക്കും, ഹക്കടപാടുണ്ടോ? ഈ മയ്യത്തിന് വല്ല ഹക്കടപാടുണ്ടോ? കടം വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. നബി തങ്ങൾ എന്തു പറയും? എന്താപ്പോ പറയാ? നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചു കൊള്ളാൻ. കാരണം എന്തേ? ഈ കടക്കാരന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ കയറി നിസ്കരിക്കും. ചില ജനാസ കൊണ്ട് വെക്കുമ്പോൾ നബിതങ്ങൾ ചോദിക്കും, കടവുണ്ടോ? ഉണ്ട് നബിയെ.
നബിതങ്ങൾ പറയും നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ, അപ്പോൾ ചില സഹാബത്ത് പറയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന നബിയെ, ഇപ്പോഴാണ് നിസ്കരിക്കാറ്. അപ്പം കടക്കാരന് വേണ്ടി മയ്യത്ത് പോലും നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കടക്കാരായി മരിച്ചു പോകുന്നവരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അതിൻ്റെ മഹത്വം അത് തന്നെ പഠിക്കണം. കടത്തെക്കുറിച്ച് തന്നെ ഒരു ദിവസം വഴുതു പറയണം. 4-5 കാര്യങ്ങൾ എഴുതി വെക്കാതെ ഒരാളും ഉറങ്ങാൻ പാടില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നിങ്ങൾക്കും അടുത്താ എന്നെന്തെങ്ങനെ ഇരിക്കണേ? 5 കാര്യങ്ങൾ എഴുതി വെക്കാതെ ഉറങ്ങരുത്. ഒന്നി എഴുതി വെക്കണം, അല്ലെങ്കിൽ ഭാര്യയോട് പറയണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ 5 കാര്യങ്ങളിൽ ഒരു കാര്യം, പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കുക തന്നെ വേണം. പണ്ടുള്ളവരുടെ ബെഡിനടിയിൽ ഒരു പേപ്പർ ഉണ്ടാകും. ഇന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടുള്ളവരുടെ കട്ടിലടിയിലൊക്കെ ഒരു പേപ്പർ ഉണ്ടാകും. ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, കിട്ടാനുള്ളതല്ല കൊടുക്കാനുള്ളത് എഴുതി വെക്കും. അള്ളാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. പേടിക്കണം സഹോദര, കാരണം ഞങ്ങളൊക്കെ അനുഭവിക്കുന്നവരാ. മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുവെക്കും. ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഒളുവെടുത്തിട്ട് എല്ലാവരും വരുന്നത് വരെ കാത്തിരിക്കും. എല്ലാവരും ഒളുവെടുത്ത് കയറി വരുന്നത് വരെ ഉസ്താദ് മരണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തും. എന്നിട്ട് അവസാന ഉസ്താദ് പറയും, ഈ കിടക്കുന്ന മനുഷ്യൻ ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെടണം. ഇങ്ങനെ ഉസ്താദ് പറയും. ഉസ്താദിൻ്റെ വാപ്പയാണോ കിടക്കണേ? അല്ല, ഉസ്താദിൻ്റെ വാപ്പയല്ല കിടക്കുന്ന. ഉസ്താദിൻ്റെ ജോലിയാ പറയൽ. സത്യത്തിൽ ഇതാരാ പറയേണ്ടത്? എടാ, നിന്റെ വാപ്പ മരിച്ചെങ്കിൽ നീയല്ലേ പറയണ്ടേ? എൻ്റെ ഉമ്മ മരിക്കുമ്പോൾ എൻ്റെ വാപ്പ മരിച്ചെങ്കിൽ എൻ്റെ ഉപ്പയുടെ ജനാസ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോൾ ആ മയ്യത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എൻ്റെ ഉപ്പയുടെ ജനാസയാണ് ഈ കിടക്കുന്നത്, ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നവർ പൊരുത്തപ്പെടു, ഇല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടും എന്ന് ധൈര്യത്തോടെ പറയണ എത്ര മക്കളുണ്ട്? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതുപോലും പറയാത്ത മക്കളുടെ കാലമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവെ, മരിക്കുന്ന സമയം ഹക്കടപാടുകൾ തീർത്ത് ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വിളിച്ചു ഞങ്ങൾക്ക് അങ്ങനെയുള്ള മരണം നൽകണേ റഹ്മാനെ. ഒരാൾക്ക് പോലും 5 നയാ പൈസ കൊടുക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ.